പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഫ്ലക്സ് നശിപ്പിച്ചു. ഇന്നലെ രാത്രിയാണ് ബൈക്കിലെത്തിയ ഒരു സംഘം ഫ്ലക്സ് നശിപ്പിച്ചത് എന്നാണ് വിവരം. പുറത്തു വന്നു. അതിലേക്ക് രണ്ടുപേർ ബൈക്കിലെത്തി, ഹെൽമെറ്റ് ഒന്നുമില്ല. പിന്നെ ഇങ്ങോട്ടൊക്കെ വന്ന് ഫ്ലക്സ് നശിപ്പിക്കുന്ന നിയമവിരുദ്ധ, പിന്നെ എന്തിനാ ഒരു ഹെൽമെറ്റ് വെക്കുന്ന നിയമവിരുദ്ധ. അതെ, അവിടെ ഇറങ്ങി ദാസ്കാൻ അവിടെ ഒരു ഫ്ലക്സ് ഉണ്ടായിരുന്നു. അതിനോട് വലിയ രോഷത്തോടു കൂടി അത് ഇളക്കിയെടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ നേരത്തെ നമ്മൾ പയ്യന്നൂരടക്കം ഈ ദൃശ്യങ്ങൾ സമാനമായ രീതിയിൽ കണ്ടതാണ്. പക്ഷേ ഇത് ഇളക്കിയെടുത്തുകൊണ്ട് പോയതല്ല, അവിടെ നിന്ന് തന്നെ വലിച്ചു കയറി കളയാണ് ഫ്ലക്സ്. ബൈക്കിലെത്തി 2 അംഗ സംഘമാണ് അതുള്ളത്. പക്ഷേ ഇപ്പുറത്തെ ഏതോ ആ വീടിൻ്റെ CCTV-യിൽ നിന്നാണെന്ന് തോന്നുന്നു ആ ദൃശ്യങ്ങൾ കിട്ടിയത്. പ്രതിപക്ഷ നേതാവിൻ്റെ മുഖം ഉള്ള ആ ഫ്ലക്സിൻ്റെ ഭാഗം കീറി കളയായിരുന്നു അവർ ചെയ്തത്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ ചേർന്നു. വിഷ്ണു, ആ CCTV-യുടെ അത്രയും ലോങ് ദൃശ്യങ്ങൾ ആരാണവർ എന്ന് മനസ്സിലാക്കാൻ കഴിയുമോ എന്നറിയില്ല. പോലീസിൽ പരാതിയുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ടോ? ഹാഷ്മി, ഫ്ലെക്സ് നശിപ്പിച്ച ആളുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. അണ്ടിപ്പള്ളിക്കാവ് പോലീസ് സ്റ്റേഷന് സമീപത്ത് ആണ് ഈ ഫ്ലെക്സ് ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രി 9:57 ബൈക്കിലെത്തിയ 2 അംഗ സംഘം ആ ഫ്ലെക്സിന് സമീപത്ത് എത്തുകയും പിന്നീട് അത് നശിപ്പിച്ച ശേഷം അവർ അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തത്. അതിന് സമീപത്തുള്ള ബൂത്തുകളിൽ പോസ്റ്ററുകൾ അടക്കം കീറിയിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് നാളുകളായി തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോൾ ഈ പോസ്റ്റർ കീറലും ഫ്ലെക്സ് നശിപ്പിക്കലും ഒക്കെ ഉണ്ട്. പക്ഷേ അതിനിപ്പോഴും ഒരു അറുതിയില്ല. അത്തരത്തിലേക്ക് ഒരു ജനാധിപത്യ ബോധ്യം ആളുകൾക്ക് വളർന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണിത്. എന്തായാലും കോൺഗ്രസ് പരാതി നൽകി. പരാതിന്മേൽ പോലീസ് നടപടി ആരംഭിച്ചിട്ടുണ്ട്. അതിൽ 2 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബാക്കി കൂടുതൽ ആളുകളുണ്ടോ എന്ന പരിശോധനയിലേക്ക് പോലീസ് കടക്കുകയാണ്. പറവൂരിൽ VD സതീശൻ കേരളത്തിന്റെ അഭിമാനം എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലെക്സ് ആണ് ഇപ്പോൾ 2 പേരും ചേർന്ന് കീറി എറിഞ്ഞിട്ടുള്ളത്. പക്ഷേ അവരുടെ നിർഭാഗ്യവശാൽ അത് കൃത്യമായി ക്യാമറയിൽ കുടുങ്ങി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ആളുകളെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.